Good morning, children. So we are going to take a new chapter here, that is air, water and weather. So all of you take your textbook and keep open your textbook. Has it ever happened with you that you were out a sunny day and suddenly it started raining? Who caused this change in the weather? Surely not the weatherman. It is the sun which causes changes in the weather. അപ്പോൾ നമ്മുടെ വെതറിൽ ചേഞ്ച് ആവുന്നതിൻ്റെ കാരണം എന്താണ്? സണ്ണാണ് അതിന് കാരണം അല്ലേ. അപ്പോൾ നമ്മളറിയാം, നമ്മൾ പെട്ടെന്നൊരു ദിവസം പോയപ്പോൾ നല്ല വെയിലായിരുന്നു, പെട്ടെന്ന് തന്നെ മഴ അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ മഴ പെയ്യുന്നു, പ്രതീക്ഷിക്കാതെ വെയിൽ വരുന്നു, കാറ്റ് വരുന്നു. അപ്പോൾ വെതറിലുള്ള ചേഞ്ചസിനെല്ലാം തന്നെ കാരണം എന്താണ്? സണ്ണാണ്. The heat of the sun affects the movement of air and changes the form of water, which bring out the change in weather. അപ്പോൾ എന്താണ്, സണ്ണിൻ്റെ ഹീറ്റ് വെള്ളത്തിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വെള്ളം ആവിയായിട്ട് പോകുന്നത്, വെള്ളം ഹീറ്റ് ആകുന്നത്, ഇതിനെല്ലാത്തിനും എഫക്റ്റ് ചെയ്യുന്നത് സണ്ണിൻ്റെ ഹീറ്റാണ്. ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് ദ വെദർ ഓൾസോ. വെദർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ surrounding us at a particular time in terms of temperature, atmospheric pressure, wind and moisture. അപ്പോൾ നമ്മുടെ വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കണ്ടീഷനാണ് വെതർ എന്ന് പറഞ്ഞാൽ, ഒരു അവസ്ഥയാണ്. ഒരു ടൈമിലുള്ള അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടെമ്പറേച്ചറിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ്, മോയ്സ്ചർ, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതർ എന്താണെന്ന് പറയുന്നത്. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കേട്ടോ, വാട്ടർ കണ്ടൻറ്റ്, അതാണ് മോയ്സ്ചർ. ദ വെദർ ക്യാൻ ബി ഹോട്ട്, കോൾഡ്, വിൻഡി, ഡ്രൈ ഓർ ഹ്യൂമിഡ്. അപ്പോൾ എന്താണ്, ഹോട്ട് വെതർ ആകാം, കോൾഡ് വെതർ ആകാം, അല്ലെങ്കിൽ വിൻഡി, നല്ല കാറ്റുള്ളത്, ഡ്രൈ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മഞ്ഞുകാലത്തൊക്കെ നമുക്ക് വരുന്ന പോലെ ഡ്രൈ ആയിട്ടുള്ളത്, ഓർ ഹ്യൂമിഡ്. ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ നല്ല ഈർപ്പമുള്ള, മഴക്കാലത്തൊക്കെ എന്താണ്, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ കണ്ടൻ്റാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സൺ കോസസ് ചേഞ്ച് ഇൻ വെദർ. സണ്ണാണ് വെതർ ചേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. The weather changes from season to season. In countries like India, winter, summer and rainy seasons are the three main seasons. ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മെയിനായിട്ടും 3 വെതറാണുള്ളത്. ഏതാണ്? വിൻ്റർ, സമ്മർ, റെയിനി സീസൺ. റെയിനി സീസൺ നമുക്കറിയാം അല്ലേ, നല്ല റെയിനുള്ള സമയം. വിൻ്റർ എന്താണ്? നല്ല തണുപ്പുള്ള സമയം. സമ്മർ ഇറ്റ്സ് ടു ഹോട്ട്, റൈറ്റ്? ഓക്കെ, നല്ല ഹോട്ടായിട്ടുള്ള വെതറാണ് സമ്മർ. During the summer, it is the dry and hot in most parts of India. അപ്പോൾ എന്താണ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതായിരിക്കും അല്ലേ, മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഒട്ടും ഈർപ്പമില്ലാതെ ഭയങ്കര ചൂടുള്ള ആ ഒരു ടൈമാണ് സമ്മർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ ദ റെയിനി സീസൺ. റെയിനി സീസൺ ജൂൺ ജൂലൈ ടൈമിലൊക്കെ ആണെങ്കിലോ നല്ല മഴയുള്ള സമയമാണ്. However, even during one season, the weather changes from day by day and sometimes from hour to hour. ചിലപ്പോൾ എന്താണ്, ദിവസങ്ങൾ, ഇന്ന് നല്ല വെയിലുള്ള ദിവസം നാളെ ചിലപ്പോൾ മഴ, ചിലപ്പോൾ നാളെ മഴ, മറ്റന്നാൾ വെയിൽ. അതേപോലെ തന്നെ ഡേ ബൈ ഡേ മാത്രമല്ല, അവർ ബൈ അവറും എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യുക അല്ലേ. ഇപ്പോൾ രാവിലെ നല്ല തെളിഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ചേഞ്ച് മാറി മഴ പെയ്യുന്നു, പിന്നെ വെയിൽ വരുന്നു. അപ്പോൾ സീസൺ ആൻഡ് വെതർ എന്ന് പറയുന്നത് അതൊരു ഡിപ്പെൻഡിങ് അപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും വെതർ എന്നുള്ളത്. പക്ഷേ എപ്പോഴും അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരാറുണ്ട്? മഴയും വെയിലൊക്കെ വരാറുണ്ട്. Then sun causes changes in temperature. If the sun is overhead and rays fall straight, it gets very hot. So noon is the hottest part of the day. But during morning and evening, the sun is low in the sky and the rays are slanting. So it is not so hot during morning and evening. അപ്പോൾ മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും നമുക്ക് സണ്ണിൻ്റെ റേസ് ഇങ്ങനെ ചരിഞ്ഞാണ് നമ്മളിലേക്ക് വരിക. അതുകൊണ്ടാണ് മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും നമുക്ക് വലിയ ചൂടില്ലാത്തത്. ബട്ട് അറ്റ് നൂൺ ടൈമിൽ ഡയറക്റ്റ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക, നമ്മളിലേക്ക് സണ്ണിൻ്റെ ഹീറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, ആ ടൈമിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും. ഓക്കെ, സോ നൂൺ ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. ഒരു ദിവസത്തെ ഏറ്റവും ചൂടുള്ള സമയം എന്താണ്? ഉച്ച സമയമാണ്. ദെൻ സോ ഇറ്റ് ഈസ് നോട്ട് ഹോട്ട് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ്. The sun causes wind to blow. അതേപോലെ തന്നെ സണ്ണാണ് എന്താക്കുന്നത്, കാറ്റടിക്കുന്നതിനൊരു കാരണം സണ്ണാണ് അല്ലേ, വിൻഡ് ബ്ലോ ചെയ്യുന്നതിനൊരു കാരണം. എങ്ങനെയാണെന്ന് നോക്കാം. The movement of the wind is affected by the heat of the sun. The heat of the sun heats up air
Warmer air is lighter and so it rises up. Cool air, which is heavier, moves in to take its place. This causes the wind to blow. That means, അതായത് നമ്മൾ ഓർക്കും സണ്ണ് എങ്ങനെയാണ് വിൻഡ് ഉണ്ടാക്കുന്നത്? സണ്ണല്ലല്ലോ വിൻഡിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ അല്ലേ? ബട്ട് സൺ കോസസ് വിൻഡ് ഓൾസോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കും? എയർ പെട്ടെന്ന് തന്നെ ഹീറ്റാവും. ഹീറ്റായ എയർ ലൈറ്റർ ആയിരിക്കും, അതിന് വെയിറ്റ് കുറവായിരിക്കും. ഹീറ്റായ എയർ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വാമർ എയർ ഈസ് ലൈറ്റർ ആൻഡ് സോ ഇറ്റ് റൈസസ് അപ്പ്. അപ്പോൾ അതെന്ത് സംഭവിക്കും? വേഗം തന്നെ അത് മുകളിലേക്ക് പോകും. കാരണം എന്താ, നമുക്കറിയാം ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ, വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ മുകളിലേക്ക് പറന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ബലൂൺസ് ഒക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? ലൈക്ക് ദാറ്റ് വേ ദ ലൈറ്റർ എയർ വിൽ മൂവ്സ് അപ്പ്, മുകളിലേക്ക് പോകും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? മുകളിൽ എന്തുണ്ടായിരുന്നു? ഹെവിയർ ആയിട്ടുള്ള എയർ ഉണ്ടായിരുന്നു. കാരണം എന്താ, അത് തണുത്തിരിക്കുക, അതിന് അത്ര ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യും? ഈ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവിടെ എന്ത് നടക്കും? കാറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയില്ലേ? എയറിൻ്റെ മൂവ്മെൻ്റാണ് വിൻഡ്. മനസ്സിലാവുന്നുണ്ടോ? എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണിൻ്റെ ഹോട്ട് കാരണം ഹീറ്റായിട്ടുള്ള എയർ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും തണുത്ത എയർ താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? താഴേക്ക് വന്ന എയർ പിന്നെയും ഹീറ്റാവും. അപ്പോൾ മുകളിലേക്ക് പോയത് അവിടെ നിന്ന് തണുക്കും അല്ലേ? താഴത്തത് ഹീറ്റാവും, പിന്നെ അത് മുകളിലേക്ക് പോകും. സോ ദാറ്റ് മൂവ്മെൻറ്റ്, ദാറ്റ് കറണ്ട് വിൽ കോസ് വിൻഡ് ടു ബ്ലോ. അതാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നതിൻ്റെ കാരണം. ഓക്കെ, ദ സൺ കോസസ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ മീൻസ് അറിയാവോ? നമുക്ക് 3 സ്റ്റേറ്റാണ് വാട്ടറിനുള്ളത് മെയിനായിട്ടും. ഐസ്, വാട്ടർ, ഗ്യാസ്. അതായത് വാട്ടർ വേപ്പർ. അതായത് വാട്ടറിന് ഐസായിട്ടിരിക്കാൻ പറ്റും, സോളിഡായിട്ടിരിക്കാൻ പറ്റും അല്ലേ? നല്ല തണുത്ത് ഉറഞ്ഞു കഴിഞ്ഞാൽ ഐസായിട്ട് മാവും വാട്ടർ. അത് വാട്ടർ തന്നെയാണ് അല്ലേ? വാട്ടർ തന്നെയാണ്. അതിൻ്റെ സ്റ്റേറ്റ് മാറി എന്നുള്ളതേ ഉള്ളൂ, സോളിഡായിട്ട് മാറി. ഇനി അതിനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആവിയായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ്സിന് കാരണം എന്താണ്? സണ്ണാണ്. വി നോ ദാറ്റ് ക്ലൗഡ്സ് ബ്രിങ് അസ് റെയിൻ. ഹൗ ആർ ദീസ് ക്ലൗഡ്സ് ഫോംഡ്? ക്ലൗഡ്സ് ആണ് മഴ കൊണ്ടുവരുന്നത് അല്ലേ? ക്ലൗഡ്സിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്? മഴ കിട്ടുന്നത്. ദ ഹീറ്റ് ഓഫ് ദ സൺ ചേഞ്ചസ് വാട്ടർ ഇൻ റിവേഴ്സ്, ലേക്സ് ആൻഡ് സീസ് ഇൻ ടു വാട്ടർ വേപ്പർ. അപ്പോൾ സൂര്യൻ്റെ ചൂട് കാരണം പുഴയിലും കടലിലും ഒക്കെയുള്ള വെള്ളം ചൂടായിട്ട് ഇതുപോലെ ആവിയായി മുകളിലേക്ക് പോകും. ദിസ് വാട്ടർ വേപ്പർ റൈസസ് ആൻഡ് ഫോംസ് ക്ലൗഡ്സ്. ഇത് മുകളിൽ പോയി തണുത്തിട്ട് എന്തായിട്ട് മാറും? ക്ലൗഡ്സ് ആയിട്ട് മാറും. നമ്മൾ ഐസൊക്കെ ഫ്രിഡ്ജ് വെച്ചാകുന്ന പോലെ ഈ വേപ്പേഴ്സ്, വാട്ടർ ആണല്ലോ അത്, വേപ്പർ ഫോമിൽ മുകളിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ഐസാവും. അതാണ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. When clouds become too heavy, they falls as rain. ഒരുപാട് കനം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പോയി കുറേ വാട്ടർ അങ്ങ് ആയി കഴിയുമ്പോൾ ക്ലൗഡ്സ് ബിഗ്ഗറാവും. അങ്ങനെ ബിഗ്ഗറാകുന്ന ക്ലൗഡ്സ് എന്ത് ചെയ്യും? പയ്യെ മെൽറ്റായി താഴേക്ക് വീഴും, വെള്ളം തുള്ളിയായിട്ട് താഴത്തേക്ക് വീഴും. അതാണ് റെയിൻ. വാട്ടർ വേപ്പർ falls as snow when the atmosphere is extremely cold. Thus the sun causes water to change from one state to another. അപ്പം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താ പറയുക, മുകളിലേക്ക് പോകുന്ന ക്ലൗഡ്സ് നല്ല തണുപ്പാണ്, താഴെ നല്ല തണുപ്പാണ്. ഒട്ടും തന്നെ ക്ലൗഡ്സിലെ വാട്ടറായിട്ട് താഴേക്ക് വരാനുള്ള കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഐസ് കട്ടയായിട്ട് തന്നെ മേഘങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ്സ് താഴേക്ക് വന്ന് വീഴും. അപ്പോൾ നമ്മളതിനെന്താ പറയുക? ആലിപ്പഴം എന്ന് പറയുക അല്ലേ? അതായത് അതെന്താണ്? ജസ്റ്റ് വാട്ടർ തന്നെയാണ്. ക്ലൗഡ്സ് മെൽറ്റായി റെയിൻ ആകാതെ ഡയറക്റ്റ് ഐസായിട്ട് ഭൂമിയിലേക്ക് വന്ന് വീഴുന്നതാണ്. ഓക്കെ. അപ്പോൾ അതാണ് സൺ ചേഞ്ചസ് ദ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഐസ് ടു വാട്ടർ, വാട്ടർ ടു ഐസ്, ലൈക്ക് ദാറ്റ് വേ സൺ ഈസ് കോസിങ് ദാറ്റ് ചേഞ്ച്. ഓക്കെ. അപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ, സംടൈംസ് വെൻ ഇറ്റ് ഈസ് എക്സ്ട്രീംലി കോൾഡ് വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് വിൽ നോട്ട് കോസ് റെയിൻ. അതെന്ത് ചെയ്യും? ഐസായിട്ട് തന്നെ താഴേക്ക് വന്ന് വീഴും. അതാണ് നമ്മൾ ഹെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എയർ. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് the sun causes change in weather. Next, what are the causes of air? Air എങ്ങനെയാണ് നമ്മുടെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്? We know air is all around us. നമുക്ക് ചുറ്റിനും എന്തുണ്ട്? എയർ ഉണ്ട്. We also know air contains water vapor, smoke, dust and germs.
അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, നമുക്കറിയാം നല്ല ഈർപ്പമുണ്ട്, പിന്നെ എന്തുണ്ട്, സ്മോക്ക്, പുക, ഗ്യാസ്, സ്മോൾ ഗ്യാസസ് ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, ജേംസ് കാണും, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എയറിലുണ്ട്. Around the earth is a thick layer of air. Moving air is called wind. So I told you before, moving air, എയറിൻ്റെ മൂവ്മെൻ്റ് ആണ് എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. സോ മൂവിങ് എയർ ഇസ് കോൾഡ് വിൻഡ്. ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ് ക്യാൻ കോസ് എ സ്റ്റോം. സ്റ്റോം എന്നൊക്കെ നമ്മൾ പറയാം, കൊടുങ്കാറ്റ് അല്ലേ. സ്റ്റോം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ് ആൻഡ് സ്ട്രോങ്. ചുമ്മാ ഇങ്ങനെ പയ്യെ അടിക്കുന്ന കാറ്റ് നമ്മൾ ബ്രീസ് എന്ന് പറയും അല്ലേ, കാരണം എന്താ, അത് നല്ല ഇളം കാറ്റാണ്. ബട്ട് ഹെവി ആയിട്ട് സാധനങ്ങളൊക്കെ പറത്തിക്കൊണ്ട് പോകുന്ന അങ്ങനെയുള്ളൊരു വിൻഡാണെങ്കിൽ വാട്ട് വി വിൽ കോൾ ദം, ഇറ്റ് ഈസ് എ സ്റ്റോം. Let us now read about air currents. Air currents നെ കുറിച്ച് പഠിക്കാം. Hot and cold air. To learn about air currents, we need to know how hot and cold air move. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഹോട്ട് എയർ ഈസ് ഓൾവേസ് ലൈറ്റ്, വെയിറ്റ് കുറവാണ് ഹോട്ട് എയറിന്. കോൾഡ് എയർ ഈസ് ഹെവിയർ ദാൻ ആസ് കമ്പയർഡ് ടു ദ ഹോട്ട് എയർ. സോ വാട്ട് വിൽ ഹാപ്പൻ, ഹോട്ട് എയർ വിൽ ഓൾവേസ് മൂവ് അപ്വേർഡ്, മുകളിലേക്ക് പോകും. നമുക്കറിയാം വെയിറ്റ് കുറവായതുകൊണ്ടാണ് ബലൂൺസ് മുകളിലേക്ക് പോകുന്നത്, അതിനകത്ത് എയറിന് വെയിറ്റ് കുറവായതുകൊണ്ട് മുകളിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ ഹോട്ട് എയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. ലൈറ്റർ എയർ ഈസ് സംവാട്ട് ഹെവിയർ ദാൻ hot air. So what will happen, it will come downwards. It also cools down the faster than water does. On other hand, water absorbs and loses heat more slowly than land. Land and water do not absorb or lose the same amount of heat in the same period of time. In coastal areas, this difference gives rise to a land breeze at night and sea breeze during the day. അപ്പോൾ എന്താണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്. സീ ബ്രീസ് അല്ലെങ്കിൽ കടൽ കാറ്റ്, ലാൻഡ് ബ്രീസ് കരക്കാറ്റ് അല്ലേ. അപ്പോൾ കടൽ കാറ്റ് എന്താണ്, ഡ്യൂറിങ് ദ ഡേ ടൈമിൽ പകൽ സമയത്ത് ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ക്വിക്ക്ലി ബട്ട് ദ സീ ഡസ് നോട്ട്. നമുക്കറിയാം പകൽ സമയത്ത് നമ്മൾ നല്ല ഉച്ച സമയത്തൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോയാൽ എന്താ സംഭവിക്കുക, നമുക്ക് കാല് ചവിട്ടാൻ പറ്റില്ല, അതുപോലെ ചൂടാണ് മണ്ണിന് അല്ലേ. എന്താ കാരണം, സൂര്യൻ നന്നായിട്ട് ഉദിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഡേ ടൈമിൽ അവിടെയുള്ള ഏരിയ ഫുൾ എന്തായിരിക്കും, ഹീറ്റായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ കടലിലേക്ക് നമ്മൾ ആ ചൂടത്ത് കടലിലേക്ക് എന്ന് ഇറങ്ങി നോക്കിക്കേ, കടലിൽ തണുപ്പാണ്, വെള്ളത്തിന് തണുപ്പാണ്, വെള്ളം ചൂടുവെള്ളം അല്ല കടലിലുള്ളത് അല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ബിക്കം ഹോട്ട് വെരി ഫാസ്റ്റ്, അതായത് ഓരോ വസ്തുക്കളും ഹീറ്റ് ആകുന്ന ടൈമിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മളൊരു സിൽവറിൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെ ഒരു കമ്പിയും വേറൊരു മെറ്റലിൻ്റെ ഒരു കമ്പിയും രണ്ടും ചൂടാക്കാമെന്ന് ഓർത്തുക, രണ്ടും ഒരേ ടൈമിലായിരിക്കില്ല നമ്മുടെ കയ്യിൽ ചൂടെത്തുക. നമുക്കറിയാം ചൂടായി കഴിഞ്ഞ് ചൂടായി നമ്മുടെ കയ്യിലേക്ക് ചൂട് വരും അല്ലേ. അപ്പം അത് ചൂട് വരുന്ന ടൈം ഡിഫറൻസ് ഉണ്ട്, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ടൈം ഡിഫറൻസ് ഉണ്ട്. എല്ലാം ഒരുപോലെ അല്ല. ചില പാത്രങ്ങൾ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് ചൂടാവും, ചിലത് അത്രയും പെട്ടെന്ന് ചൂടാവില്ല. അത് ആ മെറ്റൽസിൻ്റെ ഡിഫറൻസ് ആണ്, ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ്. അതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് പെട്ടെന്ന് ഹീറ്റാവുന്ന ഒരു സംഭവമാണ് ലാൻഡ്. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് നല്ല ഹീറ്റായിട്ട് നിൽക്കുക, കാരണം എന്താ, കടൽ ഹീറ്റാവാൻ ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം ആയ മുമ്പ് തന്നെ ലാൻഡ് നല്ല ഹീറ്റായിട്ട് നിൽക്കും. ലാൻഡ് ഹീറ്റായിട്ട് നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ലാൻഡിൻ്റെ മുകളിലുള്ള എയറും ഹീറ്റാവും അല്ലേ. മണലല്ലേ, മണലിൻ്റെ മുകളിലുള്ള എയറും എന്താവും, ചൂടാവും. എയർ ചൂടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ടീച്ചർ പറഞ്ഞത്, ലൈറ്റർ ആവും, വെയിറ്റ് കുറയും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. അതായത് മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ അതിന് പോകാനുള്ള ഗ്യാപ്പ് ഉള്ളത് അങ്ങോട്ടേക്ക് അത് പോകും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, കൂൾ എയർ ഓവർ ദ സീ റഷസ് ഇൻ ടു ടേക്ക് ദ പ്ലേസ്. അപ്പോൾ എയർ അബോവ് ദ ഗെറ്റ്സ് വാമിൻ റൈസസ് അപ്പ്, മുകളിലേക്ക് പൊങ്ങും. മുകളിലേക്ക് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും കടലിൻ്റെ മുകളിലുള്ള എയർ എന്തായിരിക്കും, തണുത്തതായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇച്ചിരി കാണിച്ചു തരാവേ, ഇത് നോക്കിക്കോ. ഇത് ലാൻഡും ഇത് സീയുമാണ് ഓർത്തോ. അപ്പം ലാൻഡിൻ്റെ മുകളിലുള്ള എയർ ചൂടായിട്ട് നല്ല ഹോട്ടായി നിൽക്കുക, ഡേ ടൈമിലാണേ, ഡേ ടൈമിലെ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് മുകളിലേക്ക് പോകും, എയർ എങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും. അപ്പോൾ ഈ സീയുടെ ഇവിടെ ഹെവിയർ, സീയുടെ മുകളിലുള്ള എയർ എന്തായിരിക്കും,
കൂളായിരിക്കും. കാരണം എന്താ, ഈ സീ ചൂടായിട്ടില്ല, പിന്നെ എങ്ങനെ എയർ ചൂടാവുക? അപ്പോൾ ഈ എയർ ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായോ? അതായത് ഡേ ടൈമിൽ കടലിൽ നിന്നും എയർ ലാൻഡിലേക്ക് വരും. ആ ഒരു അതായത് ഇറ്റ്സ് കമ്മിങ് ഫ്രം സീ, റൈറ്റ്? സീയിൽ നിന്നും ലാൻഡിലേക്ക്. സോ അപ്പോൾ നമ്മൾ ആ എയറിനെ പറയാം. അപ്പോൾ മൂവിങ് എയർ നമ്മൾ വിൻഡ് എന്നാണല്ലോ പറയുക. അതെ. അപ്പോൾ ഈ വരുന്ന വിൻഡിനെ നമ്മൾ എന്ത് പറയും? സീ ബ്രീസ് എന്ന് പറയും. ബ്രീസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇറ്റ്സ് ലൈക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു കാറ്റാണ്, നല്ല സുഖമുള്ളൊരു കാറ്റാണ്. അത് നമ്മളതിന് ബ്രീസ് എന്ന് പറയും. സ്റ്റോം എന്നൊക്കെ പറഞ്ഞെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള വിൻഡായിരിക്കണം, അല്ലേ? അപ്പോൾ ഇത് നല്ല പാവം പിടിച്ച ഒരു ബ്രീസ് ആയതുകൊണ്ട്, ഒരു വിൻഡ് ആയതുകൊണ്ട് നമ്മളിതിനെ ബ്രീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താ പറയുക, ഇവിടെ സീയിൽ നിന്നും എയർ വിൽ കം ടു ദ ലാൻഡ് ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ബ്രീസ് ഈസ് കോൾഡ് സീ ബ്രീസ്. സീ ബ്രീസ് ഈസ് കമ്മിങ് ഫ്രം സീ. സീയിൽ നിന്ന് വരുന്നതാണ് സീ ബ്രീസ് ഡ്യൂറിങ് ഡേ ടൈം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി വാട്ട് വിൽ ഹാപ്പൻ അറ്റ് ദ നൈറ്റ്? നൈറ്റിൽ എന്താ സംഭവിക്കുക? ഇത് ചൂടാവാൻ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാർ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ തണുക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടായത് ആരാണ് ഇവിടെ? ലാൻഡ് ആയിരുന്നല്ലോ പെട്ടെന്ന് ചൂടായത്, അല്ലേ? അപ്പോൾ ലാൻഡ് ഇവിടെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ തണുക്കും. നൈറ്റിൽ ആരില്ല, സണ്ണിൻ്റെ ഹീറ്റില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തണുക്കും. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർ വളരെ ടൈം എടുത്ത് ചൂടായവരാണ്. സീയുടെ മുകളിലുള്ളത്, അല്ലേ? സീയുടെ മുകളിലുള്ളത് ഇപ്പോഴാണ് ചൂടായി വന്നേക്കുന്നത്. പകലൊന്നും ചൂടില്ലായിരുന്നു. കാരണം അത് അത്രയും ടൈം എടുത്ത് പയ്യെ ചൂടായി. ഇപ്പോഴാണ് ചൂടായത്. ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എയർ എന്തായിരിക്കും? ഹീറ്റായിരിക്കും, ഹോട്ട് എയർ ആയിരിക്കും. ഇവിടെ ഉള്ള എയർ എന്തായിരിക്കും? കൂൾ എയർ ആയിരിക്കും. കാരണം എന്താ? ഇത് പെട്ടെന്ന് ഹീറ്റാവുകയും ചെയ്തു, അതുപോലെ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തണുത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള എയർ കൂൾ എയർ ആയിരിക്കും. ഇത് വളരെ ടൈം എടുത്ത ഹീറ്റായത്, അതുകൊണ്ട് തന്നെ വളരെ ടൈം എടുത്തേ ഇത് തണുക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തണുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള എയർ എന്തായിരിക്കും? ഹോട്ട് എയർ ആയിരിക്കും. ഈ ഹോട്ട് എയർ എങ്ങോട്ട് പോകും? ലൈറ്റർ ആണ്, വെയിറ്റ് കുറവാണ്. സോ ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്സ്, മുകളിലേക്ക് പോകും. സോ ദിസ് കൂൾ എയർ വിൽ കം ടു ഹിയർ. കൂൾ എയർ എന്ത് ചെയ്യും? ഈ എയർ പോയ ഗ്യാപ്പിലോട്ട് ഓടി ഇങ്ങി വന്ന് ഇവിടെ കയറും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലാൻഡിൽ നിന്നും എങ്ങോട്ട് വരും? സീയിലേക്ക് വരും. ഇപ്പം നൈറ്റ് ടൈമിൽ ലാൻഡ് ബ്രീസ് ആണ് ഉണ്ടാകുക. ദാറ്റ് ഈസ് എയർ വിൽ കം ഫ്രം ദ ലാൻഡ്. ബ്രീസ് കമ്മിങ് ഫ്രം ദ ലാൻഡ് ഈസ് കോൾഡ് ലാൻഡ് ബ്രീസ്. സോ നൈറ്റ് ടൈമിൽ ലാൻഡ് ബ്രീസും ഡേ ടൈമിൽ സീ ബ്രീസുമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? വിൻഡിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓക്കെ. ഡേ ടൈമിൽ ലാൻഡ് നല്ല ചൂടായി കിടക്കുമായിരിക്കും, അല്ലേ? ലാൻഡ് നല്ല ചൂടായി കിടക്കുന്നത് കൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ലാൻഡിന് മുകളിലുള്ള എയറും നല്ല ചൂടായി നിൽക്കും, അത് മുകളിലേക്ക് പോകും. അപ്പോൾ കടലിൽ നിന്നുള്ള ആര് വരും? തണുത്ത എയർ ആ സ്ഥലത്ത് തൊട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും? നല്ല ബ്രീസ് ആയിട്ട് അനുഭവപ്പെടും. അതിനെ നമ്മൾ എന്ത് പറയും? സീ ബ്രീസ്, ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഫ്രം സീ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? അറ്റ് ദ നൈറ്റ് എക്സാക്ട്ലി റിവേഴ്സ് വിൽ ഹാപ്പൻ. വാട്ട് വിൽ ഹാപ്പൻ? നല്ല ടൈം എടുത്ത് ചൂടായ കടൽ അപ്പോഴും ചൂടായിരിക്കും. പക്ഷേ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ചൂടായ ലാൻഡ് അപ്പോൾ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ തണുത്ത ലാൻഡിൻ്റെ മുകളിലുള്ളത് തണുത്ത എയർ ആയിരിക്കും. സീയുടെ മുകളിലുള്ളതോ ഹോട്ട് എയർ ആയിരിക്കും. ഹോട്ട് എയർ ഈസ് ലൈറ്റർ ആൻഡ് ഇറ്റ് വിൽ മൂവ് അപ്വേർഡ്സ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ എയർ ഫ്രം ദ ലാൻഡ് വിൽ കം ടു ദ സീ ആൻഡ് വി വിൽ ഗെറ്റ് ലാൻഡ് ബ്രീസ് അറ്റ് നൈറ്റ് ടൈം. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ അത്രയും പോർഷൻ നന്നായിട്ട് വായിക്കുക. യു ഹാവ് ടു റീഡ് ദിസ് സെക്ഷൻ 2-3 times. Then only you will came to know the content. And here you don't have any checkpoints at this section. So this much only for today. Thank you.